സുഹൃത്തുക്കളെ, യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവന്മാരെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇറാനിലെ മിനാബ് എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഏതാണ്ട് 160ഓളം പ്രൈമറി വിദ്യാർത്ഥികൾ, അതും ചെറിയ പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മിസൈലിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഉത്തരവിട്ടത്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അർഹിക്കുന്നില്ല എന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. അടുത്തതായി ഏറെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ആളപായങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേറെ സങ്കടകരമായ, വേദനാജനകമായ, കണ്ണീരണിയിക്കുന്ന ഒരു ചിത്രമാണിത്. ഒരു കുഞ്ഞിൻ്റെ കാല് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. എല്ലാ വിദേശ മാധ്യമങ്ങളും ഈ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അട്ടിമറിക്കാനെന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ സാധാരണക്കാരായ കുഞ്ഞു മക്കളെപ്പോലും, സ്ത്രീകളെപ്പോലും വെറുതെ വിടാത്ത വിധം കൊന്നൊടുക്കുന്ന അവസ്ഥയിലേക്ക് യുദ്ധം മാറി മറിഞ്ഞിരിക്കുന്നു. മറ്റൊരു ദൃശ്യം ഇതാണ്. ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്തയാണിത്. ഇസ്രായേലിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അവിടുത്തെ ജനങ്ങൾ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. തങ്ങൾ ബങ്കറിലിരുന്ന് മടുത്തുവെന്നും, ഞങ്ങൾക്ക് ബങ്കറിൽ വെച്ച് ഞങ്ങളുടെ മക്കളെ വളർത്താൻ താല്പര്യമില്ലെന്നും, ഞങ്ങൾക്ക് ഈ ബങ്കറിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങളുടെ വീടുകളിൽ പോയി ജീവിക്കണമെന്നും, പുറത്തു പോയി ജോലി ചെയ്യണമെന്നും, ഞങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കണമെന്നും, അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും, അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സമര പരിപാടികൾക്ക് ഇസ്രായേലിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ സർക്കാർ, നെതന്യാഹുവിൻ്റെ സർക്കാർ, പല യുദ്ധവിരുദ്ധ റാലിക്കും അനുമതി നിഷേധിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അനുമതി നിഷേധിച്ചെങ്കിലും യുദ്ധവിരുദ്ധ റാലിക്കെത്തിയ ജനങ്ങൾ പിരിഞ്ഞു പോകാതെ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെന്നും വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നു. ഇനി ഈ ദൃശ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വരുന്നതാണ്. അവിടെയും ഈ പറയുന്ന പോലെ ട്രംപിനെതിരെ, ട്രംപിൻ്റെ ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനവികാരം ആളിപ്പടരുകയാണ്. ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് യുദ്ധവിരുദ്ധ റാലിയുമായി തെരുവുകളിൽ സംഘടിക്കുന്നത്. ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ട, ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കണം, എല്ലാ ജനങ്ങൾക്കും അവരവരുടെ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും, അമേരിക്കയ്ക്ക് അതിലേക്കൊന്നും കടന്നു കയറാനുള്ള അവകാശമോ അധികാരവും ഇല്ല എന്ന മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ജനങ്ങൾ ട്രംപിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും അമേരിക്കൻ ജനതയുടെ അസ്വസ്ഥതകളും പ്രതിഷേധവും അയാളെ അറിയിച്ചുകൊണ്ട് ഫോണിൽ അയാളെ നിർത്തിപ്പൊരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്ത ഒറ്റുകൊടുക്കലിൻ്റെയും ചതിയുടെയും വാർത്തയാണ്. ഇറാനിലുള്ള ഒരു സ്ത്രീ മൊസാദിന് വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു എന്ന് വാർത്തകളിൽ കാണുന്നു. ഈ സ്ത്രീയാണ് ആ രീതിയിൽ വാർത്തകളിൽ നിറയുന്നതും ഇവരെയാണ് പിടിക്കപ്പെട്ടതും. ചോദ്യം ചെയ്യലിൽ അവർ തന്നെ പെടുത്തിയതാണെന്നും തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്നതായും നമുക്ക് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാം. ഇറാനിൽ ഒറ്റിക്കൊടുക്കുക എന്ന കുറ്റത്തിന് ഒറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ, അത് മരണശിക്ഷയാണ്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ, രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെയൊക്കെ ശത്രുവിന് ചോർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഘികളെപ്പോലെ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സ്ത്രീയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവാനിടയില്ല. മറ്റൊരു വാർത്ത യമനിൽ നിന്നും വരുന്നതാണ്. യമനിലെ ഹൂത്തി വിഭാഗം പരസ്യമായ പിന്തുണ ഇറാന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അമേരിക്കയെയും ശത്രുരാജ്യമായ ഇസ്രായേലിനെയും കരപറ്റിക്കാൻ വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹൂത്തികൾ ഇറാൻ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഇസ്രായേൽ നിരന്തരം ആക്രമിക്കുന്ന ഫലസ്തീൻ, ലബനാൻ, സിറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ഇനി ഒരു ഗൾഫ് രാജ്യങ്ങളെയും ഒരു അറേബ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കാൻ ധൈര്യപ്പെടാത്ത വിധം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് യമനിലെ ഹൂത്തി വിഭാഗം യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. ഇസ്രായേലിലെ സ്റ്റീൽ പ്ലാന്റിന് നേരെ ഇറാൻ നേരിട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ചൈന, റഷ്യ തുടങ്ങിയ വിദേശ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. മറ്റൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ശവപ്പെട്ടിയിൽ വന്നിറങ്ങുന്ന കാഴ്ചകളാണിത്. നിറകണ്ണുകളോടെ അവരുടെ കുടുംബങ്ങൾ തങ്ങൾക്ക് മുമ്പിൽ വന്നിറങ്ങുന്ന ശവപ്പെട്ടികളെ നോക്കി വിതുമ്പുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സുരക്ഷിതമായി യുദ്ധം ചെയ്ത് ഇറാനിലെ ഭരണത്തെ അട്ടിമറിച്ച് സ്വസ്ഥമായി തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു പോയ സൈനികർ കൂട്ടം കൂട്ടമായി ശവപ്പെട്ടിയിൽ വന്നിറങ്ങുന്ന കാഴ്ച അമേരിക്കൻ ജനതയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കത് കാരണമാവുകയാണ്.